വിശുദ്ധ ഖുർആനിൽ നമ്മെ ഭയപ്പെടുത്തേണ്ട ആയത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ബഖറയിലെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. നാളെ അന്ത്യനാളിൽ പരലോകത്ത് മനുഷ്യർ വന്നെത്തിക്കഴിഞ്ഞാൽ ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ, പിൻപറ്റിയ ആളുകൾ, അനുയായികൾ, അവരുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് നേതാക്കന്മാർ പറയുന്ന ദിവസമാണത്. ഞങ്ങളെ പിൻപറ്റിയവരുമായി ഞങ്ങൾക്ക് ബന്ധമില്ലായിരുന്നു എന്ന് അള്ളാഹുവിന്റെ മുൻപിൽ പറയുന്ന ഒരു ദിവസമുണ്ട്. അവർ നിങ്ങളുടെ അരികിൽ ഇന്ന് നിങ്ങൾക്ക് തെളിവുകളുണ്ട് എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ, ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നവർ, ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. നാളെ നരകത്തിലെ ശിക്ഷ കണ്ടു കഴിഞ്ഞാൽ നേതാക്കന്മാർ പറയും ഞങ്ങൾക്ക് ഇവരുമായി ബന്ധമില്ല. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവർക്കിടയിലുള്ള ബന്ധങ്ങളെല്ലാം അതോടുകൂടി മുറിഞ്ഞു പോകും. അല്ലാഹു പറയുന്നു, വഖാല അല്ലദീന തബഉ ലൗ അന്ന ലനാ കററതൻ ഫനതബറഉ മിൻഹും കമാ തബറഉ മിന്നാ. ഈ നേതാക്കന്മാർ അവരെ ഉപേക്ഷിച്ചു പോകുന്നത് കണ്ടാൽ അനുയായികൾ പരലോകത്ത് പറയും, ലൗ അന്ന ലനാ കററ, ഞങ്ങൾക്കൊരു അവസരം കൂടി ഉണ്ടായിരുന്നു എങ്കിൽ, ഒരു സാധ്യത കൂടി ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു എങ്കിൽ, ഒരു തവണ തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ, ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ, ഇവർ ഞങ്ങളെ തള്ളിപ്പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇവരെ തള്ളിപ്പറയാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. ഈ രൂപത്തിൽ അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് നിരാശയുടെ 10 മടങ്ങായി അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാളും നിങ്ങൾ നാളെ പരലോകത്ത് രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല. ഒരാളുണ്ടാവില്ല, ഒരു ഉസ്താദും ഉണ്ടാവില്ല, ഒരു മൗലവി ഉണ്ടാവില്ല, ഒരു മുസ്ലിയാരും ഉണ്ടാവില്ല, ഒരു നേതാവും ഉണ്ടാവില്ല. പരലോകത്ത് നിങ്ങളുടെ കാര്യം നിങ്ങൾ രക്ഷപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പൊന്നുമകൾ ഫാത്തിമയോട് പറഞ്ഞില്ലേ, യാ ഫാത്തിമ അൻഖിദി നഫ്സകി മിനൻ നാർ ഫഇന്നി ലാ ഉഗ്നി ലകി മിനല്ലാഹി ഷൈഅ. ഫാത്തിമ, നരകത്തിൽ നിന്ന് നീ നിന്റെ സ്വന്തം തടി കാത്തുകൊള്ളുക, എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല. ആരോട് പറഞ്ഞ വാക്കാൻ? ഫാത്തിമയോട് പറഞ്ഞ വാക്കാൻ. ഒരു നേതാവും ഉണ്ടാവുകയില്ല, ഒരു മുസ്ലിയാരും ഉണ്ടാവുകയില്ല, ഒരു നേതാവും നിങ്ങളെ അവിടെ ഏറ്റെടുക്കാൻ ഉണ്ടാവുകയില്ല. നിങ്ങൾ ഒറ്റക്കാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് രക്ഷപ്പെടണമോ, ഖുർആനിലേക്ക് മടങ്ങുക, ആയത്തുകളിൽ തെളിവുള്ളത് മാത്രം സ്വീകരിക്കുക. അവിടെ ഇന്ന ആൾ ചെയ്യുന്നുണ്ടല്ലോ, അവർ ചെയ്യുന്നുണ്ടല്ലോ, ഇവർ ചെയ്യും, ഇവരൊന്നും നിങ്ങൾക്ക് നാളെ ഉണ്ടാവുകയില്ല. നോക്കൂ, നിങ്ങൾ ഈ ആയത്ത് നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ആയത്താണ്. നിങ്ങളുടെ പരലോകം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന വാക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ചിന്തിക്കുക. അല്ലാഹു ഖുർആനിൽ നാളെ നമ്മൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയ കാര്യമാണിത്.